വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ 2-3 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. കുറച്ചും കൂടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ചാൾസ് ആണ് അല്ലേ? ചാൾസ് ആണ്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ചാൾസ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ്? സൂറത്താണ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിലേതാണ്? ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിലേതാണ്? നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്നത്? ഏതാണ്? ഇന്തോനേഷ്യയാണ് ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? അപ്പോൾ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. 1857 കുറേ വിശേഷണങ്ങളുണ്ട്. അതിലൊന്നാണ് ശിപ്പായി ലഹള എന്ന് പറയുന്നത്. ആ ഒരു 1857 കലാപത്തിൽ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് അല്ലേ? ഓരോരുത്തരുടെയും കലാപസ്ഥലങ്ങളും അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ റിവിഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിലൂടെ തന്നെ നമുക്ക് കുറേ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നെക്സ്റ്റ്, ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദിയായിരുന്നത് ദുബായ് ആയിരുന്നു കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ പറയുന്ന പേരെന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഏതാണ്? കോണ്ടൂർ രേഖകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോക്തക് എന്ന് പറയുന്ന തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ലോക്തക് തടാകം? എവിടെയാണ്? മണിപ്പൂരിലാണ് അല്ലേ? മണിപ്പൂരിലാണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മണിപ്പൂരിലാണ്. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റിൻ്റെ പേരെന്താണ്? ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? ലൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്താണ്? സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര് എന്താണ്? ഇൻസ്പിരേഷൻ 4 എന്നാണ്. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്താണ്? ഇൻസ്പിരേഷൻ 4. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. ശരിയാണല്ലേ. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കണമെന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. അതുപോലെ സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നതും തെറ്റാണ്. അപ്പം നമുക്കിവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണെന്നാണ്. നമുക്ക് തെറ്റേതാണ്? 2ഉം 3ഉം മാത്രമാണ് അല്ലേ. നെക്സ്റ്റ്, ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. അപ്പോൾ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഇതിൽ നിന്നും ശരിയായത് ഏതാണ് തെറ്റായത് ഏതാണെന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്.
നോക്കാം. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ ഔട്ട്സോഴ്സിംഗ് പുറം വാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ വരുന്നതാണ് അല്ലേ ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം വാങ്ങൽ അനേകം തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. ശരിയാണ്. തൊഴിൽ രഹിത വളർച്ച ജോബ്ലെസ് ഗ്രോത്ത് നിലനിൽക്കുന്നുണ്ട്. തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 1, 2, 3 ശരിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പഠിച്ചു വയ്ക്കാം. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്താണ്? നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പറയുന്നത് എന്താണ്? പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളിൽ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ് പുറംവാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. തൊഴിൽ രഹിത വളർച്ച ജോബ്ലെസ് ഗ്രോത്ത് നിലനിൽക്കുന്നു. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. സംഘടിത മേഖല എന്ന് വെച്ചാൽ എന്താണ്? തൊഴിൽ നിബന്ധനകൾ ഉണ്ട് അല്ലേ? തൊഴിൽ നിബന്ധനകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇനി താഴ്ന്ന വരുമാനമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? താഴ്ന്ന വരുമാനമാണെന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. ഇനി ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ സംഘടിത മേഖലയുടെ പ്രത്യേകത എന്താണ്? തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമുണ്ട്, ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 1, 2, 4 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ്, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആബിദ് ഹുസൈൻ കമ്മീഷൻ, ഹരിത വിപ്ലവം, ബ്രട്ട്ലാൻഡ് കമ്മീഷൻ, സുവർണ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആബിദ് ഹുസൈൻ കമ്മീഷൻ എന്ന് പറയുന്നത് വ്യാപാര നയ പരിഷ്കരണമാണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലേ. ആബിദ് ഹുസൈൻ കമ്മീഷൻ എന്ന് പറയുന്നത് വ്യാപാര നയ പരിഷ്കരണം എന്ന് പറയുന്നത് ശരിയാണ്. ഇനി ഹരിത വിപ്ലവം പഴം പച്ചക്കറി കൃഷി എന്ന് പറയുന്നുണ്ട്, തെറ്റാണല്ലോ. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ് അല്ലേ. ഇനി ബ്രട്ട്ലാൻഡ് കമ്മീഷൻ എന്താണ്? സുസ്ഥിര വികസനമാണ്. ശരിയാണല്ലോ. ബ്രട്ട്ലാൻഡ് കമ്മീഷൻ എന്താണ്? സുസ്ഥിര വികസനമാണ്. ഇനി സുവർണ വിപ്ലവം വിപണന മിച്ചം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഴം പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ്. സുവർണ വിപ്ലവം എന്താണ്? പഴം പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം. പിന്നെ നമ്മൾ തെറ്റ് പറഞ്ഞതാണ് ഹരിത വിപ്ലവം, തെറ്റാന്ന് പറഞ്ഞേ. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക രംഗത്തെക്കുറിച്ച് പറയുന്നതാണ് ഹരിത വിപ്ലവം അല്ലേ. കാർഷിക രംഗത്തെക്കുറിച്ച് പറയുന്നതാണ് ഹരിത വിപ്ലവം. അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അതിൽ നമുക്ക് ആൻസർ വരുന്നത് എ ആണ്. 1, 3 മാത്രമാണ് ശരി എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ശരിയായിട്ട് പഠിച്ചു പോകാം. ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. ആബിദ് ഹുസൈൻ കമ്മീഷൻ. ഹരിത വിപ്ലവം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടതാണ്. ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാർഷിക രംഗം അല്ലേ. കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ബ്രട്ട്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ്. സുവർണ വിപ്ലവം നമ്മൾ എന്താ പറഞ്ഞത്? പഴം അല്ലേ. പഴം പച്ചക്കറി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തെ GDP വളർച്ച എന്ന് പറയുന്നത് 11% നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെയാണ് അല്ലേ. ആമുഖത്തെയാണ് പൽക്കിവാല എന്ത് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ ഏതാണ്? ആമുഖമാണ്. വിശേഷിപ്പിച്ചത് ആരാണ്? പൽക്കിവാല. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത
നെക്സ്റ്റ്, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം എത്രയാണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു എത്ര റിട്ടുകളുണ്ട്. 5 റിട്ടുകളാണുള്ളത്. അത് പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ്? അനുച്ഛേദം 32-ലാണ് അല്ലേ. അനുച്ഛേദം 32-ലാണ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? അനുച്ഛേദം 226-ലാണ് ഹൈക്കോടതികളുടെ റിട്ടിനെ കുറിച്ച് പറയുന്ന ഏതാണ്? അനുച്ഛേദം 226-ആണ്. നെക്സ്റ്റ്, രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഏത് രാജ്യത്ത് നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് അല്ലേ. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ്, തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണ്? തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന വിളംബരം ഏതാണ്? പാട്ടം വിളംബരമാണ് അല്ലേ. പാട്ടം വിളംബരമാണ് തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണ്? പാട്ടം വിളംബരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ ആണ് ചോദിച്ചെങ്കിൽ ഏതാണ്? റവന്യൂ മന്ത്രിയാണ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ വാത്സല്യ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ വാത്സല്യ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? അഡ്വക്കേറ്റ് പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ് അല്ലേ. ഇൻസുലിൻ ഗ്ലൂക്കഗോണൊക്കെ പുറപ്പെടുവിക്കുന്നതാണ് പാൻക്രിയാസ്. നെക്സ്റ്റ്, പരിസ്ഥിതി സംഘടനയായ IUCNന്റെ ആസ്ഥാനം എവിടെയാണ്? IUCN എന്ന് പറയുന്നത് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡാണ്. IUCNന്റെ ആസ്ഥാനം, പരിസ്ഥിതി സംഘടനയായ IUCNന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. കോവിഡ് രോഗകാരിയായ SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? RNA വൈറസാണ്. SARS-CoV-2 എന്ന് പറയുന്ന ഏതിനം വൈറസാണ്? RNA വൈറസ്. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്? ക്ഷയവുമായി ബന്ധപ്പെട്ടതാണ്. BCG വാക്സിൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് BCG വാക്സിൻ. എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? BCGയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? ബേസ്ലെസ് കാൽമെറ്റിക് ഗ്യൂറിൻ എന്നാണ് അല്ലേ. ബേസ്ലെസ് കാൽമെറ്റിക് ഗ്യൂറിൻ എന്നാണ് BCG വാക്സിൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ്, ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം ഏതാണ്? ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം ഏതാണ്? നവ കേരള പുരസ്കാരം. നെക്സ്റ്റ്, ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ്. ഇതിൻ്റെ വക്രത ആരം നിർണ്ണയിക്കുക.
ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ വക്രത ആരം എങ്ങനെയാണ് കാണാൻ നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു എന്താണ് r/2 ആണ്, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം r/2 ആണെന്ന് പറയാം, അല്ലെങ്കിൽ r ഈസ് ഈക്വൽ എന്ന് പറയാം 2f എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ എഫ്. അപ്പോൾ 2 × 0.5, 2 × 0.5 എത്രയാണ് 2 × 0.5 എത്രയാണ്, 1 മീറ്റർ ആണ് അല്ലേ, 1 മീറ്റർ ആണ് വരുന്നത്. ഓപ്ഷൻ എ 1 മീറ്റർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കാൻ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു ഒന്നില്ലെങ്കിൽ പഠിച്ചു വയ്ക്കാം എഫ് ഈസ് ഈക്വൽ ടു r/2 ആണെന്ന് പഠിച്ചു വയ്ക്കാം, ഒന്നില്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു r/2 എന്ന് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ r ഈസ് ഈക്വൽ ടു 2f എന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ്, ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം എന്താണ് ചെയ്യുന്നത്. ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വരാണ് എങ്കിൽ ഭൂഗുരുത്വ ത്വരണം അതായത് ജിയുടെ മൂല്യം എത്രയാണ് ജിയുടെ മൂല്യം വരുന്നത്, എത്രയാണ്, കുറയാണ് ചെയ്യുക കേട്ടോ. ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണം കുറയുന്നു. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനത്തെ പറയുന്നതെന്നാണ്. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം അറിയപ്പെടുന്നത് എന്താണ് ആ വസ്തുവിൻ്റെ ചലനം അറിയപ്പെടുന്നത്, സമത്വരണം എന്നാണ് അല്ലേ, സമത്വരണം എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ് സമത്വരണം, ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത്, സമത്വരണം എന്ന് പറയുന്നത്. അഷ്ടക നിയമം പാലിക്കാത്ത പൂജ്യം ഗ്രൂപ്പ് മൂലകം ഏത്, കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഷ്ടക നിയമം പാലിക്കാത്ത പൂജ്യം ഗ്രൂപ്പ് മൂലകം ഏതാണ് ഹീലിയമാണ് അല്ലേ, ഹീലിയമാണ് അഷ്ടക നിയമം പാലിക്കാത്ത പൂജ്യം ഗ്രൂപ്പ് മൂലകം. ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏതാണ് ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം നൈട്രജൻ ആണ് ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ക്ലോറിൻ ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ക്ലോറിൻ. ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്. ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ് അമീർ ഖുസ്രു ആണ് ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി. കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം M.T. വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം M.T. വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ് അസുരവിത്തുമായി ബന്ധപ്പെട്ടതാണ് ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം M.T. വാസുദേവൻ നായരുടെ അസുരവിത്തിലെ പ്രധാന കഥാപാത്രമാണല്ലേ. നമ്മൾ ഇത് ചെരുമടി ചേർക്കുക എന്നൊക്കെ പണ്ട് കുറേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, കൃതിയും കഥാപാത്രങ്ങൾ അല്ലേ. നെക്സ്റ്റ്, നമ്മൾ മലയാളം മാത്രമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4-5-6 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് അനലൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, മലയാളം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്, അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത്. ഏത് കായലിലാണ്, വെള്ളായണി കായൽ. ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിതയാരാണ്. ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിതയാരാണ്. അവനി ലഹരിയാണ് ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത ആരാണ്. അവനി ലഹര. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവാണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2020 എന്തായാലും ചോദിക്കാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് 2021 മുതലുള്ളത് പഠിച്ചു പോകാം.
കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞതാണല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്തപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കായിരുന്നു. ഇപ്പോൾ 2020 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോൾ സക്കറിയയ്ക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഓപ്ഷൻ വരുന്നത് പോൾ സക്കറിയാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് 2021 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. 2022 ലഭിച്ചത് സേതുവിനായിരുന്നു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനായിരുന്നു. 2023 എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. NS മാധവൻ കേട്ടോ. NS മാധവനാണ്. ഓക്കെ, പഠിച്ചു വയ്ക്കുക. 2021 പി വത്സലയ്ക്കാണ് ലഭിച്ചത്. 2022 സേതുവിനാണ് ലഭിച്ചത്. 2023 എസ് കെ വസന്തനും 2024 NS മാധവനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഈ 4 ഇയറും ഡീറ്റെയിൽ ആയി പഠിച്ചു വയ്ക്കുക. 2021 പി വത്സല, 2022 സേതു, 2023 എസ് കെ വസന്തൻ, 2024 NS മാധവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? മാൻ എന്ന് വെച്ചാൽ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് അല്ലേ. മാൻ എന്താണെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തപ്പോൾ കണ്ടതാണ്. മാൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. മാൻ്റെതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? മോസില്ല ഫയർഫോക്സ് ബ്രൗസറാണ് അല്ലേ. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്രൗസറാണ്. മോസില്ല ഫയർഫോക്സ് എന്താണ്? ബ്രൗസറാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം തന്നിരിക്കുന്നതിൽ ഏതാണ്? ICNSS. താഴെ പറയുന്നതിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം ആണ്. വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം. നെക്സ്റ്റ്, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? അംഗമുള്ളത് ആരൊക്കെയാണ് അംഗം ഉണ്ടായിരിക്കുക? ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരൊക്കെ ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലുള്ള അംഗങ്ങളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് നമുക്ക് അംഗമല്ലാത്തത് കേട്ടോ. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമുള്ളത് ആരൊക്കെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയില്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ലാത്തത് ഏതാണ്? ചുമതലയല്ലാത്തത് ചോദിച്ചിരിക്കുന്നത്? ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ല. നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ നോക്കിയാലോ? സംഘടനപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക, മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കുക, ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നിവയൊക്കെ എന്താണ്? 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയാണ്. ഏതൊക്കെയാണ്? സംഘടനപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക, മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കുക, ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.